മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ആലുവ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ കസ്റ്റഡിയിലായിട്ടുണ്ട്. കലയെ അറിയാമെന്ന് ഓട്ടോ ഡ്രൈവർ മനോജ് മാന്നാർ പോലീസിനോട് സമ്മതിച്ചു. കലയും ആൺ സുഹൃത്തായ സൂരജും മനോജിനൊപ്പം ഓട്ടോയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ആലുവയിൽ വിവിധയിടങ്ങളിൽ യാത്ര ചെയ്തതായും മൊഴിയുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, എന്താണ് ഈ മനോജിന്റെ ഈ ഓട്ടോ ഡ്രൈവറുടെ പങ്കാളിത്തമായിട്ട് പറയുന്നത്? ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റാണോ സംഭവിക്കുന്നത്? മഞ്ജുഷ, കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഒരു ഘട്ടത്തിൽ, അതായത് ആദ്യഘട്ടത്തിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അന്വേഷണ സംഘത്തിന് നീങ്ങാൻ കഴിയാതിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ആലുവ സ്വദേശിയായ മനോജ് എന്ന ഓട്ടോ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. 2 ദിവസമായി ഇയാളെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തു വരികയാണ്. പ്രധാനമായും കലയുടെ ആൺ സുഹൃത്ത് സൂരജും കലയുമായി ഒരുമിച്ച് സഞ്ചരിച്ചത് താൻ കണ്ടിട്ടുണ്ട് എന്നടക്കമുള്ള, അതായത് കലയെ പരിചയമുണ്ട്, എറണാകുളത്ത് താമസിച്ചിരുന്ന കലയെ പരിചയമുണ്ട് എന്നടക്കമുള്ള മൊഴി ഇയാൾ പോലീസിന് നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ കേസിൽ കല എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വരുന്ന യാത്രാമധ്യയാണ് കൊല്ലപ്പെട്ടതെന്നുള്ള സ്ഥിരീകരണം മറ്റ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കല എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന മൊഴിയാണ് ഇപ്പോൾ ആലുവ സ്വദേശിയായ ഓട്ടോ ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇയാളെ 2 ദിവസമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൂരജും കലയും ഒന്നിച്ച് ഇയാളുടെ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അവർക്ക് താമസ സൌകര്യം അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കി നൽകുന്നതിന് താൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് തേടേണ്ടതുള്ളതുകൊണ്ട് തന്നെ ഇന്നലെയും ഇന്നുമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് കല 2009 ഡിസംബർ ആദ്യ ആഴ്ചയാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുമ്പോൾ പോലും അതിന്റെ കൃത്യമായ തീയതി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. കലയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാലക്കാട് സ്വദേശിയായ സൂരജിനൊപ്പം പോയി എന്നുള്ളതാണ്. പക്ഷേ ഇയാൾ കുട്ടമ്പേരൂർ സ്വദേശിയാണ് എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ബന്ധുക്കൾ ഉൾപ്പെടെ അങ്ങനെ പാലക്കാടേക്ക് പോയി എന്നുള്ള രീതിയിൽ ഒരു തെറ്റായ വിവരണം നൽകുന്നത് എന്നതിനെ സംബന്ധിച്ചുമൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കലയുടെ അനിൽകുമാർ എന്ന സഹോദരനെ ചോദ്യം ചെയ്തിരുന്നു. അതുകൂടാതെ കലയുടെ മറ്റൊരു സഹോദരനെ കൂടി ചോദ്യം ചെയ്തപ്പോൾ ചില വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് കൂടാതെയാണ് ഇപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ, അതായത് സൂരജും കലയും ഒന്നിച്ച് സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറായ മനോജിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരുന്നത്. എന്തായാലും ഈ കാർ ഉൾപ്പെടെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ആ പരിധിയിൽ തന്നെ ഇപ്പോൾ ഇന്നത്തോടുകൂടി ആദ്യ കസ്റ്റഡി കാലാവധി തീരുകയാണ്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശരി ശരണ്യ, എന്തായാലും ഇക്കാര്യത്തിൽ വലിയ സങ്കീർണതകളിലേക്ക് പോവുകയാണ്. പോലീസിനും ഇത് തെളിയിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്.